+1 തേർഡ് ചാപ്റ്ററായ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി. പൊതുവിൽ 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. 2 സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നൊരു സെക്ഷനുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ജനറലായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പറയുന്ന കുറേ പ്രോപ്പർട്ടീസുകൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എളുപ്പമുള്ള ടോപ്പിക്കാണ്. അതിനകത്ത് ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പഠിക്കാനായിട്ടുള്ളത് ഒന്ന് ഡോബറൈനർ ക്ലാസിഫിക്കേഷനാണ്. ഡോബറൈനർ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ലോ ഓഫ് ട്രയാഡ്സിനെ പറ്റിയാണ്. ഒരു ലോ ഓഫ് ട്രയാഡ്സിനകത്ത് അവർ പറയുന്നത്, ലോ ഓഫ് ട്രയാഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 3 എലമെൻറ്റ്സിനെ ഒരു ഗ്രൂപ്പാക്കി വയ്ക്കുമ്പോൾ അതിന് ട്രയാഡ് എന്ന് വിളിക്കാം. അതിന് നടുക്കിരിക്കുന്ന എലമെൻറ്റ് അറ്റോമിക് മാസ് മറ്റ് 2 പേരുടെയും ആവറേജ് കൂടിയായിരിക്കും. ഓക്കെ, ദെൻ അതിന് എക്സാമ്പിൾ നോക്കിക്കോണം. പിന്നീട് വരുന്നത് രണ്ടാമത്തത് ന്യൂലാൻഡ് ലോസ് ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ഓരോ 8ാമത്തെ എലമെൻ്റ് പ്രോപ്പർട്ടിയും 1ാമത്തെ എലമെൻറ്റ് സിമിലർ ആയിരിക്കും. ദ പ്രോപ്പർട്ടീസ് ഓഫ് എവരി 8th എലമെൻറ്റ് is similar to that of first element. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളതിനകത്ത് പറയുന്നത് മെൻ്റലീവ് ക്ലാസിഫിക്കേഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. മെൻ്റലീവ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മെൻ്റലീവ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് മെൻ്റലീവിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്, ഈ 3 ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് അഥവാ അറ്റോമിക് വെയ്റ്റ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് ചോദിച്ചാൽ അറ്റോമിക് മാസ് അഥവാ അറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എലമെൻറ്റ്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. മെൻ്റലീവ് ക്ലാസിഫിക്കേഷനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഇദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു ലോ പ്രപ്പോസ് ചെയ്തു. ആ ലോയുടെ അറിയപ്പെടുന്ന പേര് മെൻ്റലീവ് പീരിയോഡിക് ലോ എന്നാണ്. ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ് എന്നാണ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ അറ്റോമിക് മാസ് കഴിയുന്തോറും എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ടേബിളിൻ്റെ പേരാണ് മെൻ്റലീവ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നു. അതിന് മെറിറ്റുകൾ ചോദിക്കാറുണ്ട്. മെറിറ്റ് നോക്കിക്കൊണ്ട് പോകണം, അതുപോലെ ഡീമെറിറ്റും നോക്കിക്കൊണ്ട് പോകണം. ഓക്കെ, മെറിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, ലോകത്തിലെ ആദ്യത്തെ സിസ്റ്റമാറ്റിക് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ് മെൻ്റലീവ്. അപ്പോൾ ഒന്ന് സിസ്റ്റമാറ്റിക് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമതായി അൺഡിസ്കവേർഡ് എലമെൻറ്റ്സുകൾക്ക് വേണ്ടി വേക്കൻറ്റ് സ്പേസുകൾ പ്രൊവൈഡ് ചെയ്ത സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് വേക്കൻറ്റ് സ്പേസ് ഫോർ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ് ആൻഡ് പ്രിഡിക്റ്റ് ദെയർ പ്രോപ്പർട്ടീസ്. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മളതിന് പറയുന്നത് അലൂമിനിയം, സിലിക്കോൺ ഒക്കെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഡൗട്ട്ഫുള്ളായി കിടന്ന എല്ലാ അറ്റോമിക് മാസുകളും കറക്റ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് കറക്റ്റ് ചെയ്ത കാര്യമാണ്. പിന്നീട് വരുന്ന ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, പൊസിഷൻ ഓഫ് ഐസോട്ടോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ലാന്തനോയിഡ്, ആക്റ്റിനോയിഡ്. അതുപോലെ ഇദ്ദേഹം പറയുന്നൊരു ടേം പീരിയോഡിസിറ്റിയാണ്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ റെപ്പറ്റേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആഫ്റ്റർ എ പർട്ടിക്കുലർ അറ്റോമിക് മാസ് എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ, അതിനെയാണ് നമ്മൾ കോസ് ഓഫ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം നോക്കിക്കോണം. അതിൻ്റെ മെറിറ്റ്, ഡീമെറിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റലീവിൻ്റെ ടോപ്പിക്ക്. ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ലോ ആണ് ആദ്യം പഠിക്കേണ്ടത്. മോഡേൺ പീരിയോഡിക് ലോയ്ക്കകത്ത് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ്, അല്ലെ, അത് മോസ്ലിയുടെ ഒരു ഒബ്സർവേഷനാണ്. മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അറ്റോമിക് നമ്പറിനനുസരിച്ച് മാറുന്നതായിട്ട് കണ്ടെത്തുകയും അതിൽ നിന്നാണ് മോസ്ലി മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ എന്ന് പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ടേബിളിൻ്റെ പേര് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ്. അതിനകത്ത് പൊതുവിൽ 18 ഗ്രൂപ്പുകളിലായി, 4 ബ്ലോക്കുകളിലായി, അതുപോലെ 7 പീരീഡുകളിലായിട്ടാണ് എലമെൻറ്റ്സിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഒരു ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ എലമെൻറ്റുകളുടെയും പ്രോപ്പർട്ടീസ് ഏകദേശം സിമിലർ ആയിരിക്കും. ഓക്കെ, എസ്പെഷ്യലി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം സിമിലർ ആയിരിക്കും. അതിന് കാരണം ആ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ എലമെൻറ്റുകളുടെ വാലൻസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദേ ഹാവ് ദി സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദാറ്റ് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ 4 ബ്ലോക്ക്. ചിലപ്പോൾ എക്സാമിന് ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റി എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഏതൊക്കെ ബ്ലോക്ക് എലമെൻറ്റ്സുകൾ? ഒന്ന് എസ് ബ്ലോക്കിനകത്ത് നമുക്ക് പറയാം, മറ്റൊന്ന് പി ബ്ലോക്കിൽ പറയാം, മറ്റൊന്ന് ഡിയിൽ പറയാം, മറ്റൊന്ന് എഫിൽ പറയാം, അല്ലേ? എസ് ബ്ലോക്കിൻ്റെ കോൺഫിഗറേഷൻ എന്തുവാ? NS1 to 2 എന്നാണ്. മെറ്റൽസ് ആണ് പൊതുവെ കാണപ്പെടുന്നത്, റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അവരുടെ ഓക്സൈഡുകളൊക്കെ ബേസിക് ആയിരിക്കും. ഓക്കെ, പി ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്കും NS2 NP1 to 6 ആണ്. എസ് ബ്ലോക്കിനകത്ത് 2 ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഉണ്ട്. ഇവിടെ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18 വരുന്നുണ്ട്. ബാക്കി പോയിട്ട് ഡി ബ്ലോക്കിനകത്താണെങ്കിൽ NS10 to 1, N-1 D 1 to 10. ഓക്കെ, N-1
D1 to 10 NS 1 to 2. ഓക്കെ, മിക്ക കേസുകളിലും 2 ആണ്. ചില കേസുകളിൽ എക്സെപ്ഷൻ കോൺഫിഗറേഷൻ വരുമ്പോൾ 1 വരാറുണ്ട്. ദെൻ ഗ്രൂപ്പ് നമ്പർ 3 to 12 വരെ വരാറുണ്ട്. ഓക്കെ, എഫ് ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്കും NS to N-1 D 0 to 1 N-2 F 1 to 14 കോൺഫിഗറേഷൻ. ഇതിനകത്ത് എല്ലാ എലമെൻറ്റുകളും ഗ്രൂപ്പ് 3യിലാണ് വരുന്നത്. അപ്പോൾ എഫ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ തേർഡ് ഗ്രൂപ്പിലായിരിക്കും ഇരിക്കുന്നത്. നോർമലി പി ബ്ലോക്കിനകത്താകുമ്പോൾ എസ് ബ്ലോക്കിനകത്താകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റൽസുകളാണ്. ഇവിടെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ് വരും. ഇവിടെയാണെങ്കിൽ ഹാർഡ് മെറ്റൽസ് ആയിരിക്കും, ഇത് ഹെവി മെറ്റൽസ് ആയിരിക്കും. യുറേനിയം ഒക്കെ വരുന്നത്, ഈ കേസ് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് ഒക്കെ വരുന്നത് എഫ് ബ്ലോക്കിനകത്ത്, ലാന്തനോട് ആക്ടിനോടൊക്കെ വരുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ ഓർത്തിരിക്കണം. ഒപ്പം ഈ 2 പ്രോപ്പർട്ടീസ് ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ട് ചോദിക്കാം. പിന്നെ 7 നമ്മൾ പറഞ്ഞനുസരിച്ച് പീരീഡ് പറയുന്നുണ്ടല്ലേ, 7 പീരീഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 7 പീരീഡുകളിലായി, പീരീഡിന് പ്രത്യേകിച്ച് ചോദ്യമൊന്നും വരാറില്ല, എന്നാലും ഓർത്തിരിക്കുക. ഒന്നാമത്തെ പീരീഡിൽ ഏതൊക്കെ എലമെൻറ്റുകൾ. അപ്പോൾ ഫസ്റ്റ് പീരീഡിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക 2 എലമെൻറ്റ് വരും. സെക്കൻഡ് പീരീഡ് ആകുമ്പോഴത്തേക്കും അത് 8 എലമെൻറ്റായിട്ട് മാറും. തേർഡ് പീരീഡും, സെക്കൻഡിലും തേർഡിലും. ഓക്കെ, എന്നിട്ട് മാറ്റി എഴുതാം. ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പീരീഡിൽ 2 എലമെൻറ്റ്, ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് എന്നറിയപ്പെടുന്നു. സെക്കൻഡും തേർഡും എന്നറിയപ്പെടുന്നത് 8 എലമെൻറ്റ് വീതം ഷോർട്ട് പീരീഡ്. ഫോർത്ത്, ഫിഫ്ത്ത് എന്ന് അറിയപ്പെടുന്നത് 18 എലമെൻറ്റ്. ഓക്കെ, ലോങ് പീരീഡ്. സിക്സ്ത് പീരീഡിനകത്ത് 32 എലമെൻറ്റ്, ദാറ്റ് മീൻസ് ദ ലോങ്ങസ്റ്റ് പീരീഡ്. സെവൻത് പീരീഡ് എന്ന് പറയുമ്പം ഇൻകംപ്ലീറ്റ് പീരീഡാണ്. മാക്സിമം 32 പേർക്ക് ഇരിക്കാം, പക്ഷേ ഇൻകംപ്ലീറ്റ് പീരീഡാണ്. പിന്നെ അവിടെ നിന്ന് നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 100-നേക്കാൾ കൂടുതൽ ആൾക്കാരുടെ നെയിമിംഗ് നോക്കിക്കോണം. 101 ഏതെങ്കിലും ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനകത്ത് നോക്കേണ്ടത് ലാ ഓഫ് ട്രയാഡ്സ്, ലാ ഓഫ് ഒക്ടേവ്സ്, മെൻ്റൽ ലീവ്സ്, ലോസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, മെറിറ്റ്, ഡിമെറിറ്റ്, ദെൻ മോഡേൺ പീരിയോഡിക് ലോ, അതിൽ ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡ്. അപ്പോൾ ബ്ലോക്കിനെ പറ്റി 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ പീരിയോഡിസിറ്റി പറ്റി ചോദിക്കാം, എന്താണ് പീരിയോഡിസിറ്റി കാരണം. അപ്പോൾ എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ അറ്റോമിക് നമ്പർ കഴിയുമ്പോഴാണെന്നും അത് 2, 8, അതുപോലെ 18, 32 എന്നീ പറയുന്ന അറ്റോമിക് നമ്പറിൻ്റെ ഇൻ്റർവെൽ കഴിയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് മാജിക് നമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. സോ ദാറ്റ് വാസ് ദ കോസ് ഓഫ് പീരിയോഡിസിറ്റി. ഇനി ഈ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഈ പറയുന്ന അറ്റോമിക് നമ്പറുകൾ, ഈ പറയുന്ന ഇൻ്റർവെൽ ഓഫ് അറ്റോമിക് നമ്പർ കഴിയും തോറും അതിൻ്റെ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് മിക്കപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ വാലൻസ് ഷെൽ കോൺഫിഗറേഷനെ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഏരിയ ആയിട്ട് നമുക്ക് വരുന്നത് അറ്റോമിക് പ്രോപ്പർട്ടീസിനകത്താണ്. അറ്റോമിക് പ്രോപ്പർട്ടീസിലേക്ക് 4 സെക്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന് അറ്റോമിക് റേഡിയസ് ആണ്. അറ്റോമിക് റേഡിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറ്റോമിക് റേഡിയസിനകത്ത് ഏതൊക്കെ തരം അറ്റോമിക് റേഡിയസ് ഉണ്ട്. കോവാൻ റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, വാണ്ടർവാൾ റേഡിയസ്. ഇതിൽ സൈസ് കൂടിയ റേഡിയസ് ഏതാ? വാണ്ടർവാൾ റേഡിയസ് ആയിരിക്കും സൈസ് കൂടുതൽ, വാണ്ടർവാൾ റേഡിയസ്. ദെൻ അത് കഴിഞ്ഞിട്ട് കോവാലൻ്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് വരും. അത് കഴിഞ്ഞിട്ടാണ് കോവാലൻ്റ് റേഡിയസിലേക്ക് വരുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് എണ്ണം സെയിം ആണെങ്കിൽ കാണപ്പെടുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അതിൻ്റെ സൈസിന് അടിസ്ഥാനപ്പെട്ട് ചോദിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, സൈസ് എന്ന് പറയുന്നത് 1/, അതിൻ്റെ ചാർജിന് നോക്കിയാൽ മതി, ചാർജ് ഓൺ ദി അയോൺ നോക്കിയാൽ മതി, ചാർജ് ഓൺ ദി അയോൺ. അപ്പോൾ അയോണിൻ്റെ ചാർജ് കൂടുന്തോറും സൈസ് എന്ത് ചെയ്യുന്ന കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇപ്പോൾ Al3+, അതുപോലെ Mg2+, അതുപോലെ Na+, അതുപോലെ F, അതുപോലെ നിയോൺ, അതുപോലെ എഫ്, അതുപോലെ O2O-, F-, ഞാൻ ചോദിക്കാം. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക്കാണ്. എല്ലായിടവും 10 ഇലക്ട്രോൺ വീതം ഉള്ളത്. അപ്പോൾ അതിൻ്റെ സൈസ് അറേഞ്ച് ചെയ്താൽ പറയുകയാണെങ്കിൽ ചാർജ് നോക്കിയാൽ മതി, ചാർജ് കൂടുന്തോറും സൈസ് എന്ത് കുറയും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ സൈസ് ഏറ്റവും കുറഞ്ഞ ആളാരാ? Al3+. സൈസിൻ്റെ ഓർഡർ പഠിച്ചുകൊണ്ട് പോകണം, ചോദിക്കും. ഓക്കെ, ദെൻ അവിടെ ചോദിക്കും. പിന്നെ അറ്റോമിക് റേഡിയസിൻ്റെ വേരിയേഷൻ ചോദിക്കാം. അറ്റോമിക് റേഡിയസിൻ്റെ വേരിയേഷൻ നമുക്കറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും സൈസ് എന്ത് ചെയ്യാറുണ്ട്? സൈസ് കുറയും. സൈസ് കുറയാൻ കാരണം എന്താ? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ കൂടുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പിന് താഴ്ത്തും തോറും സൈസ് എന്ത് ചെയ്യാറുണ്ട്? കൂടാറുണ്ട്. സൈസ് കൂടുന്ന കാര്യം എന്താ? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് പെർ ഇലക്ട്രോൺ കുറയുന്നു. അതിന് കാരണം ഇലക്ട്രോൺസ് ആർ ആഡഡ് ഇൻ ദി ഡിഫറൻറ്റ് ഷെൽ. സോ പീരീഡിലാണെങ്കിൽ ഇലക്ട്രോൺസ് ആർ ആഡഡ് ഇൻ ദി സെയിം ഷെൽ എന്നാണ്. ഓക്കെ, ദെൻ വരുന്നത് അയോണൈസേഷൻ എനർജി എന്ന ടോപ്പിക്കാണ്. അയോണൈസേഷൻ എനർജിക്കകത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അയോണൈസേഷൻ എനർജി എന്താണെന്ന് പഠിക്കണം. And so the minimum amount of energy required to remove an electron from its outermost shell.
of an isolated gaseous atom. Okay, then ionization energy conditions നിങ്ങൾക്കറിയാം. ഒരു ഇലക്ട്രോൺ പോകാൻ ആവശ്യമായ എനർജിയെ ഫസ്റ്റ് അയണൈസേഷൻ, രണ്ടാമത്തെ ഇലക്ട്രോൺ കൂടി പോകുമ്പോൾ സെക്കൻഡ് അയണൈസേഷൻ, മൂന്നാമത്തെ പോകുമ്പോൾ തേർഡ് അയണൈസേഷൻ. അങ്ങനെ ഓരോ ഇലക്ട്രോൺ പോകുന്ന പ്രോസസ്സിനെ, ആവശ്യമായ അയണൈസേഷൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സക്സസീവ് അയണൈസേഷൻ എന്നും, അതിന് വിളിക്കുന്ന പേര് എനർജി വിളിക്കുന്ന പേര് സക്സസീവ് അയണൈസേഷൻ എനർജി എന്നും. അതിൻ്റെ ഓർഡർ ചോദിച്ചാൽ എപ്പോഴും ഇപ്പം IE1 IE2 IE3 ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ ചോദിച്ചാൽ IE3 ഗ്രേറ്റർ ദാൻ IE2 ഗ്രേറ്റർ ദാൻ IE1 എന്നാണ്. ഇനി ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ അയണൈസേഷൻ എനർജിയും ന്യൂക്ലിയർ ചാർജ് ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണ്. ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഇലക്ട്രോൺ പോകാനുള്ള സാധ്യത കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോൺ പോകണമെങ്കിൽ കൊടുക്കുന്ന എനർജി വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ അയണൈസേഷൻ എനർജിയും ന്യൂക്ലിയർ ചാർജും ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണ്. രണ്ട്, അയണൈസേഷൻ എനർജിയും അറ്റോമിക് സൈസും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. കാര്യം എന്താ? സൈസ് കൂടുന്തോറും ബാലൻസ് ഇലക്ട്രോണിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ ചാർജ് കുറയും. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും, ഇലക്ട്രോൺ വേഗം പോകാം. അപ്പോൾ കുറച്ച് എനർജി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് വരുന്നത് മൂന്നാമത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സ്ക്രീനിങ് ഇഫക്റ്റാണ്. അപ്പോൾ സ്ക്രീനിങ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സ്ക്രീനിങ് ഇഫക്റ്റ് കാണപ്പെടുന്നത് വലിയ ഇലക്ട്രോണുള്ള സിസ്റ്റങ്ങളിലാണ്, വലിയ ആറ്റങ്ങളിൽ. ഇപ്പോൾ സ്ക്രീനിങ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ വലിയ ആറ്റങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ ഷെല്ലിരിക്കുന്ന ഇലക്ട്രോണിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറയ്ക്കാൻ ഇന്നർ ഷെൽ ഇലക്ട്രോണിൻ്റെ റിപ്പൾഷൻ മൂലം പറ്റും. ഇപ്പോൾ ന്യൂക്ലിയസ് ആണിതെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഓർബിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺ. അപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ഷെല്ലുകളാണല്ലോ. അപ്പോൾ ഈ ഔട്ടർ ഷെൽ ഇലക്ട്രോണിലേക്കുള്ള ന്യൂക്ലിയസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയ്ക്കാൻ ഇന്നർ ഷെല്ലിനെ കൊണ്ട് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് സ്ക്രീനിങ് ഇഫക്റ്റ് എന്ന് പറയും. സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഒരുപാട് ദൂരെ നടത്തും. അതായത് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക, സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ സൈസ് കൂടുന്നു എന്ന് അർത്ഥം. അപ്പം അയണൈസേഷൻ എന്ത് ചെയ്യുന്ന കുറയും. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് ഇഫക്റ്റ് അയണൈസേഷൻ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. പിന്നെ വരുന്നത് പെനട്രേഷൻ പവറാണ്. ഓക്കെ, പെനട്രേഷൻ പവർ എന്ന് പറയുമ്പോഴത്തേക്കും പെനട്രേഷൻ പവർ എന്താണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിനടുത്തോട്ട് ഇലക്ട്രോണെ കാണാനുള്ള സാധ്യത വിളിക്കുന്ന പേരാണ് പെനട്രേഷൻ. ഇപ്പോൾ SPDF എന്ന സബ്ഷെല്ലുകൾ പരിഗണിച്ചാൽ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന സബ്ഷെല്ല് S എന്ന സബ്ഷെല്ലാണ്. അപ്പോൾ എസ്സിലിരിക്കുന്ന ഇലക്ട്രോണിലേക്ക് ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. അതായത് എസ്സിലിരിക്കുന്ന ഇലക്ട്രോണായിരിക്കും പെനട്രേഷൻ പവർ വളരെ കൂടുതൽ. അപ്പോൾ എസ്സിൽ നിന്ന് ഇലക്ട്രോൺ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ ലൂസിലി ബൗണ്ടാണ് Pയിൽ, അതിനേക്കാൾ ലൂസിലിയ Dയിൽ, അതിനേക്കാൾ ലൂസിലിയ Fയിൽ. അപ്പോൾ പെനട്രേഷൻ പവർ ഏറ്റവും കൂടിയ ഓർബിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ S ആണ്, ദെൻ P, ദെൻ D, ദെൻ ആര് വരും? F. ഇത് തന്നെയാണ് അയണൈസേഷനുടെയും ഓർഡർ. പിന്നെ ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ. അത് ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും, എക്സ്ട്രാ സ്റ്റേബിൾ ആവുന്നുണ്ട്. അതുകൊണ്ട് അതിന് ഹൈ അയണൈസേഷൻ എനർജി വേണ്ടി വരും. ഓക്കെ, പിന്നെ അയണൈസേഷൻ എനർജി വേരിയേഷൻ നോക്കിയാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അയണൈസേഷൻ്റെ വേരിയേഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടും. അതിന് കാരണം സൈസ് കുറയുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോഴോ അയണൈസേഷൻ കുറയും. അതിന് കാരണം സൈസ് കൂടുന്നു. സൈസ് കൂടുന്നതിന് കാരണം എന്ത് കൂടുന്നു? സ്ക്രീനിങ് ഇഫക്റ്റും കൂടുന്നുണ്ട്. അപ്പോൾ സൈസും കൂടുന്നു, സ്ക്രീനിങ് ഇഫക്റ്റും കൂടുന്നു. അതുകൊണ്ട് അയണൈസേഷൻ കുറയുന്നു എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. പിന്നെ ഇവിടെ ചോദിക്കാവുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ സീസിയത്തെ പറ്റിയാണ്. നമുക്കറിയാം ഇത് അടോട്ട് വരുന്നതോറും ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അയണൈസേഷൻ കൂടുകയും ഇവിടെ കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഇരിക്കുന്ന എലമെൻറ്റ് സീസിയത്തിനാണ് അയണൈസേഷൻ ഏറ്റവും കുറഞ്ഞ എലമെൻറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഉപയോഗിക്കാം. നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ചോദിച്ചാൽ സീസിയമാണ്, ഡ്യൂ ടു വെരി ലോ അയണൈസേഷൻ എനർജി. ഓക്കെ, അപ്പോൾ അയണൈസേഷൻ എന്ന ടോപ്പിക്ക് നോക്കിക്കോളാം. പിന്നീട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഗേഷ്യസ് ആറ്റം, എക്സാമ്പിൾ ഇപ്പോൾ X എന്ന് പറയുന്നൊരു ഗേഷ്യസ് ആറ്റം, അയാൾ ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചുകൊണ്ട് ഒരു X- എന്ന് പറയുന്ന യൂണിയൻ നെഗറ്റീവ് ഗേഷ്യസ് ആറ്റം ആകുമ്പോൾ ഉണ്ടാകുന്ന എനർജിയെ, റിലീസ് ചെയ്യുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പൊതുവിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ നെഗറ്റീവായിട്ടായിരിക്കും എപ്പോഴും വരാറ്. ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോൾ ക്ലോറിൻ എടുക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന എലമെൻറ്റുകൾ ഹാർജനാണ്. കാര്യം ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ, കാരണം എല്ലാ ഹാർജൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ അവർ പെട്ടെന്ന് സ്റ്റേബിൾ ആകും. അതുകൊണ്ട് ഇലക്ട്രോണിനെ പെട്ടെന്ന് വാങ്ങിക്കുന്ന ടെൻഡൻസി കാണിക്കുന്നത് ഹാർജൻസ് ആയിരിക്കും. അതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ഏരിയ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസിനെ പറ്റിയാണ്. നോബിൾ ഗ്യാസിനകത്ത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അവർക്ക് ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് എന്നോ 0 എന്നോ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു നോബിൾ ഗ്യാസ് എലമെൻ്റ് ആയിരിക്കും എന്നാണ്.
പിന്നീട് വരുന്നത് ഹാലജൻസിനകത്ത് തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ ഹാലജനിൽ ചോദിക്കുമ്പോൾ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ എന്നായിരിക്കും ഓർഡർ. സ്ഥിരമായി ചോദിക്കുന്നൊരു ഓർഡറാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യനാണ്. ഒന്ന് ഹാലജൻസിൻ്റെ ഓർഡർ ചോദിക്കുക, മറ്റൊന്ന് ഫ്ലൂറിൻ എന്തുകൊണ്ടാണ് ക്ലോറിനേക്കാൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു പോയെന്ന് ചോദിക്കും. അപ്പോൾ അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫ്ലൂറിൻ്റെ സൈസ് തീരെ ചെറുതാണ്. അപ്പോൾ സൈസ് കുറയും തോറും ഫ്ലൂറിൻ്റെ സർഫസിലിരിക്കുന്ന ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ വളരെ കൂടുതലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാ ഇൻ്റർ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫ്ലൂറിൻ്റെ സൈസ് കുറയും തോറും അതിൻ്റെ സർഫസിലിരിക്കുന്ന ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ വളരെ കൂടുതലാണ്. അങ്ങനെ റിപ്പൾഷൻ കൂടുന്ന സമയത്ത് പുറത്തു നിന്നൊരു ഇലക്ട്രോൺ അതിലേക്ക് വരാൻ പറ്റാതെ വരും. കാരണം അത് റിപ്പൾഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തീരെ കുറവാണ് ആരേക്കാൾ? ക്ലോറിനേക്കാൾ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. ഒന്ന്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന എലമെൻറ്റുകൾ ഹാലജൻ. 2, ഹാലജൻസിൻ്റെ ഓർഡർ. 3-ാമത്തെ ഏരിയ, ഫ്ലൂറിൻ എന്തുകൊണ്ടാണ് ക്ലോറിനേക്കാൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറഞ്ഞു പോയത്. പിന്നെ ചോദിക്കുന്ന നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ 0 ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. എന്തുകൊണ്ടാണ്? കാരണം നോബിൾ ഗ്യാസിന് കംപ്ലീറ്റ്ലി ഫുൾ ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ്. സാധാരണ ഇലക്ട്രോൺ വാങ്ങിക്കുന്ന സ്റ്റേബിൾ ആകാനാണ്. അപ്പോൾ നോബിൾ ഗ്യാസ് ഓൾറെഡി സ്റ്റേബിൾ ആയതുകൊണ്ട് ഇലക്ട്രോൺ വാങ്ങിക്കാറില്ല. അഥവാ വാങ്ങിക്കണമെങ്കിൽ എക്സ്ട്രാ എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നോബിൾ ഗ്യാസിന് പോസിറ്റീവ് അഥവാ 0 ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഓക്സിജൻ്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഓക്സിജൻ 2,6 ആണ്. 1 ഇലക്ട്രോൺ വാങ്ങി O- ആകും. സോ 2,7 ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു ന്യൂട്രൽ ആറ്റമാണ്. അയാൾ ഇലക്ട്രോൺ വാങ്ങിച്ചു. റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഇലക്ട്രോൺ സ്വസ്ഥമായിട്ട് കയറിയിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. -400 കിലോ ജൂൾ അടുപ്പിച്ച് വരും. ഓക്കെ, അതേ O- എന്ന് പറഞ്ഞാൽ 2,7 വീണ്ടും ഒരു ഇലക്ട്രോൺ വാങ്ങിച്ച് O2- ആകും. അപ്പോൾ 2,8 ആകും. ഓക്കെ, സ്റ്റെബിലിറ്റി കൂടി. അപ്പോൾ നമ്മൾ പറയും ഇലക്ട്രോൺ വാങ്ങിക്കുള്ള സാധ്യത കൂടിയെന്നാണ്. പക്ഷേ നേരെ തിരിച്ചാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവിലേക്ക് വരും. എന്തുകൊണ്ട്? അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റ് ഈസ് നെഗറ്റീവ്. ശരിയാണ്. ബട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാരണം, അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ആദ്യത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്കാണ്. അപ്പോൾ ദർ ഇസ് നോ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇലക്ട്രോൺ കയറിയിരിക്കാം. എന്നാൽ 2-ാമത്തെയും 3-ാമത്തെയൊക്കെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന പ്രോസസ്സ് നടക്കുന്നത് ഈ എക്സ്ട്രാ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് ഒരു ആനയോണിലേക്കാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവർ റിപ്പൽ ചെയ്യും. ആ റിപ്പൾഷൻ ഓവർകം ചെയ്ത് വേണം ഈ ഇലക്ട്രോൺ 7 എന്നുള്ള ഇലക്ട്രോൺ ഒന്നുകൂടി വാങ്ങി 8 ആകാൻ. അപ്പോൾ റിപ്പൾഷൻ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് വാല്യൂ എന്തായത്? പോസിറ്റീവ്. ദാറ്റ് മീൻസ് അത് എൻഡോതെർമിക്കും ഫസ്റ്റ് വൺ വിൽ ബി ഇൻ എന്താണ്? എക്സോതെർമിക്കിലേക്കും വരും. ഓക്കെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെ പറ്റി പറയണം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ കൺസെപ്റ്റ് കൂടി നോക്കണം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടെൻഡൻസിയാണ്. ഓക്കെ, ഒരു ആറ്റത്തിന് കോവാലൻ്റ് ബോണ്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഇലക്ട്രോൺ വാങ്ങിക്കുള്ള ടെൻഡൻസിയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേഴ്സ് ഇറ്റ് സെൽഫ് എന്നാണ്. ഓക്കെ, ഇനി പോളിംഗ് സ്കെയിലുണ്ട്, ആൾട്രോഷോ സ്കെയിൽ, മുള്ളിക്കൻ സ്കെയിൽ, ഇങ്ങനെ ഒരുപാട് സ്കെയിലുകളിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിംഗ് സ്കെയിലാണ്. പോളിംഗ് സ്കെയിൽ അനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെൻറ്റ് ഫ്ലൂറിനാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4. ഓക്കെ, ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ചോദിച്ചാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓർഡർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആണെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ. ഇനി ഇവരുമുള്ള വ്യത്യാസം എന്തുവാ? ഇത് നടക്കുന്നത് ഒരു കോവാലൻ്റ് ബോണ്ടിലാണ്, ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോണിലാണ്. എന്നാൽ ഇത് നടക്കുന്നത് ഒരു അയോണിക് ക്ലസ്റ്ററിലാണ്, അയോണിക് ബോണ്ടിലാണ് എപ്പോഴും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇതൊരു ടൈപ്പ് എനർജിയാണ്. ഇതൊരു അബ്സല്യൂട്ട് ടെൻഡൻസിയാണ്. മീൻസ് ഇതിന് കൃത്യമായ വാല്യൂ ഉണ്ട്, പക്ഷേ ഇതിന് അബ്സല്യൂട്ട് ടെൻഡൻസി അല്ല, റിലേറ്റീവ് ടെൻഡൻസിയാണ്. കൃത്യമായ വാല്യൂ ഇല്ല. ആൾക്കാർ മാറുന്നതനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ, പിന്നെ ആ ചാപ്റ്ററിൽ നോക്കേണ്ട ഏരിയ ഡയഗണൽ റിലേഷൻഷിപ്പാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? ഒന്ന്, സെയിം അയോണിക് സൈസ്, 2 സെയിം ചാർജ് ടു റേഡിയസ് റേഷ്യോ. ഓർത്ത് വെച്ചിരിക്കണം, അയോണിക് സൈസും ചാർജ് ടു റേഡിയസ് റേഷ്യോ സെയിം ആയതുകൊണ്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന. എലമെൻറ്റ് ഏതൊക്കെയാണ്? ലിഥിയവും മഗ്നീഷ്യവും ഡയഗണൽ റിലേറ്റഡ് ആണ്. അതുപോലെ ലിഥിയം, മഗ്നീഷ്യം വരാം. അതുപോലെ ബെർലിയം ആൻഡ് അലൂമിനിയം വരാം. അതുപോലെ ബോറോൺ ആൻഡ് സിലിക്കൺ വരാം. ഈ 3 പേരേ ഉള്ളൂ ഈ ഡയഗണലി റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകൾ. അപ്പോൾ എക്സാമിന് ചോദിക്കാം ലിഥിയം ആൻഡ് മഗ്നീഷ്യത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തുകൊണ്ട് സിമിലറായി? ബിക്കോസ് ഓഫ് ദിയർ ഡയഗണൽ റിലേഷൻഷിപ്പ്.
എന്ന് പറയാം. ഇനി വരുന്നത് അനോമലസ്. ഇത് 3 ഉള്ളൂ, വേറെ പെയറില്ല, ഈ 3 പെയർ. അത് കഴിഞ്ഞ് വരുന്നത് അനോമലസ് ബിഹേവിയറാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഓരോ പീരീഡുകളിലും ഫസ്റ്റ് വരുന്ന എലമെൻറ്റ്, അപ്പോൾ സെക്കൻഡ് പീരീഡാണ് പൊതുവിൽ നോക്കുന്നത്. സെക്കൻഡ് പീരീഡിൽ ഇപ്പം ലിഥിയം വരാം, അപ്പുറത്തേക്ക് പോകുമ്പോൾ ബെർലിയം വരാം, ബോറോൺ വരാം, കാർബൺ വരാം, നൈട്രജൻ വരാം, ഓക്സിജൻ, ഫ്ലൂറിൻ വരാം. ഓക്കെ, ഈ എലമെൻറ്റുകളുടെയൊക്കെ പ്രോപ്പർട്ടീസ് അതാത് ഗ്രൂപ്പിലെ മറ്റുള്ള എലമെൻറ്റിനേക്കാൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ elements of second period show different properties with respect to other elements. Their group is called anomalous behavior. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അതിന് കാരണം ഓരോ ഗ്രൂപ്പിലും ഏറ്റവും മേളിൽ ഇരിക്കുന്ന ആളുടെ പ്രത്യേകത അവരുടെ സൈസ് മറ്റുള്ള എലമെൻറ്റിനേക്കാൾ തീരെ കുറവ്. അപ്പോൾ ഡ്യൂ ടു സ്മാൾ സൈസ് 1, 2 സൈസ് കുറയുമ്പോൾ ഹൈ അയണൈസേഷൻ ജി. അടുത്തത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ കൂടുതൽ. അതുപോലെ ഇത് രണ്ടാമത്തെ പീരീഡാണ്. ഓഫ് പ പ്രിൻസിപ്പിൾ അനുസരിച്ച് 1s 2s 2p 3s 3p 3d. അപ്പോൾ 3d എന്ന ഓർബിറ്റൽ അവൈലബിൾ ആവുന്നത് മൂന്നാമത്തെ പീരീഡ് മുതലാണ്. അപ്പോൾ രണ്ടാമത്തെ പീരീഡിൽ എന്തില്ല? ഡി ഓർബിറ്റിലില്ല. അപ്പോൾ അത് ഒഴിച്ച് ബാക്കി എല്ലാവരും എന്ത് വരുന്നുണ്ട്? ഡി ഓർബിറ്റിലുണ്ട്. അപ്പോൾ ആബ്സെൻസ് ഓഫ് സെക്കൻഡ് ഡി ഓർബിറ്റ്. 4 പോയിൻറ്റ്. ഒന്ന് സ്മാൾ സൈസ്, ഹൈ അയണൈസേഷൻ ജി, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് സെക്കൻഡ് ഡി ഓർബിറ്റൽ. ഈ 4 പ്രത്യേകത ഉണ്ട്. ഈ ഇരിക്കുന്ന സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ഓരോ പീരീഡിൽ ഓരോ ഗ്രൂപ്പിലെയും സെക്കൻഡ് പീരീഡ് എലമെൻറ്റുകളുടെ പ്രോപ്പർട്ടീസ് സെൻറ്ററിൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി ആ ചാപ്റ്ററിനകത്തൊന്ന് പറയുകയാണെങ്കിൽ പിന്നെ അപ്പോൾ ആ ചാപ്റ്ററിനകത്ത് നോക്കേണ്ടത് എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷനകത്തൊന്ന് ഡോബറിൻ്റെ ക്ലാസിഫിക്കേഷൻ, ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ, മെൻ്റലി, മെറിറ്റ്, ഡിമെറിറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദെൻ മോഡേൺ പീരിയഡിക് ലോ, അതിൻ്റെ ഇതിൽ നിന്ന് ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നോമൻക്ലേച്ചർ. ഓക്കെ, 100-നേക്കാൾ കൂടുതൽ അറ്റോമിക് നമ്പർ വന്നുള്ള നോമൻക്ലേച്ചർ നോക്കിക്കൊണ്ട് പോകണം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ്, അറ്റോമിക് റേഡിയസ് ആൻഡ് വേരിയേഷൻ, പീരീഡ്, ഗ്രൂപ്പ് റേഡിയേഷൻ, പിന്നെ ഐസോലെക്ട്രോണിക് സ്പീഷീസ്, അയണൈസേഷൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഡിഫറൻറ്റ് ഫാക്ടേഴ്സ്, അതെങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് അതിൻ്റെ വേരിയേഷൻ എന്തൊക്കെയാണ്, പീരീഡ്, ഗ്രൂപ്പ്. പിന്നെ വരുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിനകത്ത് ഡെഫിനറ്റ് ടോപ്പിക്കുകളുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്, ഏത് ഇപ്പോൾ ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ, അതിനകത്ത് അവർ ഹാൽജൻസിൻ്റെ ഓർഡർ എന്താണ്, എന്തുകൊണ്ടാണ് ഫ്ലൂറിന് കുറഞ്ഞു പോയത്, എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസിന് പോസിറ്റീവ് ആയത്, ഓക്കെ, ഇങ്ങനെയുള്ള. പിന്നെ ഓക്സിജൻ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ്, സെക്കൻഡും തേർഡും പോസിറ്റീവാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ വരാം. അത് കഴിഞ്ഞ് ഡയഗണൽ റിലേഷൻഷിപ്പിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അനോമലസ് ബിഹേവിയർ എന്ന ക്വസ്റ്റ്യൻ വരാം. മൊത്തം 4 മാർക്കാണ്. പിന്നെ ആ വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിനകത്ത് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് വലിയ പാടൊന്നുമില്ല ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. പൊതുവിൽ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒന്നുകിൽ അത് പീരീഡോ അല്ലെങ്കിൽ ഗ്രൂപ്പായിരിക്കും. അത് ഐഡൻറ്റിഫൈ എന്നുള്ള ആദ്യത്തെ ജോലി. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫ് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ അറ്റോമിക് റേഡിയസ് പറയാം. അറ്റോമിക് റേഡിയസും ഇവിടെ അറ്റോമിക് നമ്പറും ആയിരിക്കും തരുന്നത്. അപ്പോൾ പൊതുവെ നമുക്കറിയാം ലെഫ്റ്റ് നിന്ന് റൈറ്റ് പോകുമ്പോൾ സൈസ് എന്ത് ചെയ്യുക, വേരിയേഷൻ വരാറുണ്ട് അല്ലേ. അപ്പോൾ സൈസ് വേരിയേഷൻ വരുമ്പോൾ അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ലെഫ്റ്റ് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക എലമെൻറ്റുകളെ. ഒന്നുകിൽ അത് പീരീഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾ സാധാരണ പറയുന്നത് പോലെ ഗ്രൂപ്പിൽ എങ്ങനെ വേരിയേഷൻ വരാം, പീരീഡിൽ എങ്ങനെ വേരിയേഷൻ വരാം, അത് പറഞ്ഞാൽ മതി. അതുപോലെ അയണൈസേഷൻ എനർജിക്കകത്തും വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ അയണൈസേഷൻ്റെ ഗ്രാഫിനകത്ത് ഒരു വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അതൊരു ഇത്തിരി വ്യത്യസ്തമായ ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇങ്ങനെ പോകുന്നത് അല്ലേ. ഇതിൽ ലിഥിയത്തിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും സൈസ് എന്ത് ചെയ്യുക, സൈസ് കൂടുകയും അയണൈസേഷൻ കുറയുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കുറവാർക്കാം ലിഥിയം, അപ്പോൾ ഏറ്റവും താഴെ ലിഥിയം വരും. ഓക്കെ, ലിഥിയം. ഓക്കെ, അതിനേക്കാൾ ഇച്ചിരി അപ്പോൾ സൈസ് ഏറ്റവും ലിഥിയം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സൈസ് കുറയുകയും അയണൈസേഷൻ കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് ലിഥിയം വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ ഇതൊക്കെ ബെർലിയം വരും. അത് കഴിഞ്ഞ് ബോറോൺ മേലോട്ടാണ് വരേണ്ട, പക്ഷേ ബോറോണിൻ്റെ ഗ്രാഫ് താഴോട്ടാണ്. ബോറോണിന് ബെർലിയത്തേക്കാൾ കുറവാണ്. അതൊരു ക്വസ്റ്റ്യനാണ് ബോറോൺ. അത് കഴിഞ്ഞാൽ പിന്നെ കാർബൺ വരും. അത് കഴിഞ്ഞാൽ പിന്നെ നൈട്രജൻ വരും. അത് കഴിഞ്ഞാൽ വീണ്ടും ഓക്സിജൻ മേലോട്ടാണ് പോകേണ്ടത്, പക്ഷേ ഒന്ന് താഴോട്ട് വരും. ഓക്സിജൻ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൂറിൻ വരും. ഫ്ലൂറിൻ കുറച്ചുകൂടി കൂടി വരും. ഫ്ലൂറിൻ ഏറ്റവും കൂടുതൽ ആരാ, നിയോൺ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നിയോണിന് എന്തുകൊണ്ടാണ് മാക്സിമം ആയത്, അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിലായതുകൊണ്ട് അയണൈസേഷൻ വളരെ കൂടുതലാണ്. 2 എക്സെപ്ഷൻ കേസുണ്ട്. ഒന്ന് ബോറോണും മറ്റൊന്ന് രണ്ട് എക്സെപ്ഷൻ കേസുണ്ട്. ഒന്ന് ബോറോണിന് ബെർലിയത്തേക്കാൾ കുറഞ്ഞു പോയതും, മറ്റൊന്ന് നൈട്രജന് കാർബണിനെയും ഓക്സിജനേക്കാൾ കൂടിയതും. നൈട്രജൻ്റെ കാര്യം ചോദിച്ചാൽ നൈട്രജന് കാർബണിനെയും ഓക്സിജനേക്കാൾ കൂടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് 2s2 2p3 എന്ന് പറയുന്ന ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ്. ഇവിടെ 2p1ഉം ഇവിടെ 2p2ഉം ഇവിടെ 2p4ഉമാണ്. അപ്പോൾ ഏതാ മോർ സ്റ്റേബിൾ, 2p3 ആണ്. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബെർലിയവും ബോറോണും നമ്മളെ കമ്പാരിസൺ. അത് ശ്രദ്ധിച്ചോണം. അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാവും, ബെർലിയം 1s2 2s2 എന്നും, എന്നാൽ ബോറോൺ എന്ന് പറയുന്നത് 1s2 2s2 2p1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? ചില ആൾക്കാർ എഴുതും ഇത് ഹാഫ് ഫിൽഡ് ആണ്,
തെറ്റാണ്, ഇത് കംപ്ലീറ്റ്ലി ഫിഡ്. അങ്ങനെയല്ല, ഈ ഇരിക്കുന്ന അപ്പോൾ ബെറിലിയം ബോറോൺ ശ്രദ്ധിച്ചോണം, ഇവിടെ രണ്ടിടത്തും 2 എന്ന ലെവൽ സ്റ്റാർട്ട് ചെയ്തു. 2s-നകത്ത് 2s2 ഉണ്ട്, 2p വരും. പക്ഷേ ഇവിടെ 2s2 2p1 ഇവിടെ 2s2 ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പെനട്രേഷൻ പവർ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ. പെനട്രേഷൻ പവർ ആർക്കാ കൂടുതൽ? എസ്സിനാണ് കൂടുതൽ പിയേക്കാൾ. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ ബെറിലിയത്തിൽ എസ്സിലും ബോറോണിൽ പിയിലും ഇരിക്കുന്നത്. അപ്പോൾ പെനട്രേഷൻ പവർ ആർക്കാ കൂടുതൽ? എസ്സിൽ ഇലക്ട്രോൺ. അപ്പോൾ ബെറിലിയത്തിന് പെനട്രേഷൻ പവർ പിയേക്കാൾ ബോറോണിൻ്റെ പിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് എസ്സിനാണ് 2s2 വരുന്ന ആൾക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് എന്നല്ല എൻ്റെ ആൻസർ പെനട്രേഷൻ പവർ എന്ന് പറഞ്ഞു വേണം എഴുതാൻ. അപ്പോൾ ബെറിലിയത്തിന് പെനട്രേഷൻ പവർ ബോറോണിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് കാരണം ബെറിലിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എസ്സിലും ബോറോണിൻ്റെ പിയിലുമാണ്. അതുകൊണ്ട് ബെറിലിയം വിൽ റിക്വയർ ഹയർ അയണൈസേഷൻ ചെയ്താൽ ആരാ? ബോറോൺ. ഓക്കെ, ഇനിയുള്ള ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ കൂടി അതിനകത്ത് നോക്കിക്കോണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക, ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യുക, അത് അനുസരിച്ച് പഠിക്കുക. എളുപ്പമുള്ള ചാപ്റ്ററാണ്, പ്രോബ്ലം ഒന്നും ചോദിക്കത്തില്ല. തിയറി പഠിച്ചിരുന്നാൽ എഴുതാൻ പറ്റുന്ന ചാപ്റ്ററാണ്. 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.